ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കിഴങ്ങ് വെച്ചിട്ടൊരു കറിയാണ്. അതിന് വേണ്ടി ഞാനൊരു 4 കിഴങ്ങ് എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ ക്യാരറ്റും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു 3 വിസിലിൽ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലുമാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്. ഇനി വേറെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് 2-3 ഏലക്ക, ചെറിയ 2 പീസ് പട്ട, ഒരു 5-6 കറാമ്പൂവ് ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് കനം കുറഞ്ഞ് കട്ട് ചെയ്ത ഒരു സവോള, ഒരു 3 പച്ചമുളക് ഇതെല്ലാം വഴറ്റി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ല വഴന്ന് വരട്ടെ. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഇത് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണോളം ഉണ്ടാവും, അത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ച കിഴങ്ങും ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കുരുമുളക് പൊടി 1 സ്പൂണ്, പിന്നെ തേങ്ങയുടെ 2-ാം പാല് അത് ചേർത്ത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം, ഈ കറി ഒന്ന് തിക്കായി വരുന്നത് വരെ. ഇനി തിക്കായി വരട്ടെ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഈ സമയത്ത് നമ്മൾ എരിവ് ചെക്ക് ചെയ്തിട്ട് കുറച്ചിട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മളെ കറി റെഡിയായി. എപ്പം പറയുന്ന പോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പത്തിൻ്റെ കൂടി ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് വറവിട്ടൊഴിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഞാൻ വറുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളെ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് നമ്മളെ കറി റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്.